നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു വൈറ്റമിൻ എന്ന് പറയണത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി പലപ്പോഴും നമ്മുടെ ചെറുകുടലിലാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ വൈറ്റമിൻ അബ്സോർപ്ഷൻ കുറവുള്ള സിറ്റുവേഷനിലാണ് എങ്കിൽ ഉറപ്പായും നമ്മൾ വൈറ്റമിൻ സി ആയിട്ട് തന്നെ കഴിക്കണം. പിന്നെ നമ്മളെല്ലാവരും പരക്കെ കാണുന്നതാണ് ഒരു വൈറ്റമിൻ സി പലപ്പോഴും നെല്ലിക്കയിലുണ്ട് അല്ലെങ്കിൽ നാരങ്ങയിലുണ്ട് എന്ന് പറഞ്ഞാൽ. ശരിക്കും വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള നോർമൽ ഫുഡ് എന്ന് പറയണത് നമ്മുടെ പേരക്കയാണ്. അപ്പോൾ പേരക്കയിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിൽ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ചെറുകുടലിൽ അണുബാധയുള്ളവർ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഒരിക്കലും വൈറ്റമിൻ സി ഈ ഭക്ഷണത്തിൽ നിന്ന് അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, ഇതാരൊക്കെയാണ് കൂടുതലായി വൈറ്റമിൻ സി കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗട്ട് ലൈനിങ്ങിൽ ചലഞ്ചസ് ഉള്ളവർ, IBS ഉള്ളവർ, ഗട്ട് ഡിസ്ഫങ്ഷൻസ് ഉള്ളവർ, ഇവയൊക്കെ. പിന്നെ മറ്റൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏജ് കൂടുമ്പം നമ്മളുടെ കൊളാജൻ സിന്തസിസിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. ജോയിൻറ്റ് പെയിൻ ഉള്ളവരെ, അതുപോലെ സ്കിന്നിൽ റാഷസ് ഉള്ളവർ ഒക്കെ കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ കൊളാജൻ വരണമെങ്കിൽ അതിന് വൈറ്റമിൻ സി വേണം. അപ്പോൾ ശരിക്കും നമ്മുടെ നോർമലി ശരീരം ഉൽപ്പാദിപ്പിക്കാത്തതും അതുപോലെ ആവശ്യം പുറത്തുനിന്ന് വേണ്ടതുമായ ഒന്നാണ് വൈറ്റമിൻ സി.